വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. और इस आशीषित संध्याकालीन सभा के लिए मैं परमेश्वर को धन्यवाद देना चाहता हूं. जितने प्रभु के दास दासी लोग विश्वासी लोग इस सभा में जुड़े हुए हैं, आप सभी को यीशु मसीह के नाम से प्रेमी सलाम. ഈ എൻകൗണ്ടർ മീറ്റിങ്ങിൻ്റെ 6ാമത്തെ ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിലും വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. और इस एनकाउंटर सभाओं के अंदर पिछले कुछ दिनों से आप प्रभु की उपस्थिति में हैं. पिछले 2 दिन से वचन की सेवकाई करने के लिए प्रभु ने मेरे जीवन में अवसर प्रदान किया. बड़ी आशा और उम्मीद के साथ में प्रभु की हुजूरी में बने रहे. ഈ സെഷനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ തിരുമുഖത്തേക്ക് നോക്കുന്നു. അങ്ങയുടെ ദിവ്യ ആശീർവാദങ്ങളാൽ ഈ 6ാം ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ യേശുവിന് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 1 തെസ്സലോനിക്കർ അതിൻ്റെ 5ാമത്തെ അധ്യായം 19ാമത്തെ വാക്യം വായിക്കുന്നു. ആത്മാവിനെ കെടുത്തരുത്. पहला थिस्सलुनीकियों 5वां अध्याय और उसका 19वां पद. आत्मा को न बुझाओ. ലേഖനങ്ങൾ പൗലോസ് എഴുതിയതിൽ ആദ്യത്തെ ലേഖനമെന്ന് വിശ്വസിക്കുന്ന തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അവിടെയുള്ള ദൈവമക്കളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കെടുത്തരുത്. और पौलुस के द्वारा लिखे गए खतों में से पहले लिखा जाने वाला खत है थिस्सलुनीकियों की पहली पत्री. और उसके अंदर पौलुस वहां की विश्वासी लोगों को कह रहा है, जो पवित्र आत्मा का कार्य आप में आरंभ हुआ है उसे बुझने मत देना. അപ്പോസ്തല പ്രവൃത്തി 16ാമത്തെ അധ്യായം മുതൽ പൗലോസിൻ്റെ 2ാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിൽ എത്തുകയും തെസ്സലോനിക്കയിൽ സഭ സ്ഥാപിച്ച ചരിത്രമൊക്കെ നമുക്ക് 17ാമത്തെ അധ്യായത്തിൽ വായിക്കുവാൻ കഴിയുന്നു. और प्रेरितों के कार्य 16वें अध्याय में हम देखते हैं पौलुस के द्वितीय मिशनरी यात्रा के अंदर पौलुस सफर आरंभ करके किस प्रकार से वह थिस्सलुनीकिया के प्रदेश में पहुंचता है और वहां पर कलीसिया की स्थापना करता है, उसके बारे में हम देख सकते हैं. അവിടുന്ന് പെട്ടെന്ന് ബെറോവയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ബെറോവയിൽ നിന്ന് ഏതൻസിൽ പോകേണ്ടതായിട്ട് വന്നു. ഏതൻസിൽ നിന്ന് കൊരിന്തിലെത്തിയപ്പോൾ എഴുതിയ കത്തെന്ന് പൊതുവിൽ വിശ്വസിക്കുന്നു. और हम देखते हैं कि वो वहां से उसे बिरिया नगर में गया, वहां से एथेंस नगर में वो गया और उसके बाद में कुरिन्थ के अंदर वो पहुंचा, ऐसा हम पाते हैं. ആ കത്തെഴുതുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളിൽ പരിശുദ്ധാത്മ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഒരു സാധാരണ നിലയിലല്ല ആരംഭിച്ചത്, അഗ്നിമയമാകുന്ന ഒരു അനുഭവത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അവിടുത്തെ പ്രവൃത്തി ആരംഭിച്ചത്. അതിനാൽ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ കെടുത്തരുത്. और इसलिए यहाँ पर हम देखते हैं कि पौलुस उन लोगों को कहता है कि तुम में जो आत्मा का कार्य आरंभ हुआ था, वो अग्निमय कार्य जो तुम में आरंभ हुआ था, तुम्हें सतर्क रहना है, सावधानी पूर्वक रहना है, उसे बुझने नहीं देना है. ഈ കൊച്ചു കത്തിനകത്ത് ആരംഭ അധ്യായങ്ങളിൽ പൗലോസിൻ്റെ കൺസേൺ, ആ സഭയെക്കുറിച്ചുള്ള കൺസേൺ പ്രകടമാക്കുന്നുണ്ട്. പിന്നീട് പൗലോസ് ചില ഇൻസ്ട്രക്ഷൻസ് ആ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ വാർണിങ്സ് കൊടുക്കുന്നത്. അവസാന അധ്യായത്തിൽ ചില വാർണിങ്സ്, ചില മുന്നറിയിപ്പുകൾ പരിശുദ്ധാത്മാവിൽ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് കൊടുക്കുകയാണ്. और हम यहाँ पर देखते हैं कि पौलुस जब थिस्सलुनीकिया के नाम इस खत को लिखता है, उस खत के अंदर इन बातों को प्राथमिकता के साथ में वो लिखता है. कई संदेशों को, कई बातों में जहां उन्हें सावधान रहना, उन सारी बातों को लिखने के साथ में वो लिखता है कि आत्मा को न बुझाओ. ആ വാർണിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മേൽ കത്തിയിരിക്കുന്ന ഡിവൈൻ ഫയർ, സ്വർഗീയ തീ നിങ്ങൾ കെടുത്തിക്കളയരുത്. और उसमें से महत्वपूर्ण एक सावधानी जो उन्हें बरतनी है कि जो आत्मिक अग्नि, जो ईश्वरीय अग्नि तुम में जली है, उसे बुझने मत देना. ഇന്ന് വൈകുന്നേരം ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എനിക്ക് ഒരു ഓഡിയോ മെസ്സേജ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്, അദ്ദേഹം എനിക്ക് അയക്കുകയുണ്ടായി. और आज इस शाम की सभा के लिए जब मैं प्रार्थना कर रहा था, उस समय मेरे एक मित्र ने दुबई से मुझे एक ऑडियो संदेश भेजा. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായ, മേ ബി ആ മോന് ചിലപ്പോൾ 5 വയസ്സായിരിക്കാം, 5 വയസ്സുള്ളൊരു മോനാണ്. ആ മോനുണ്ടായ ഒരു ദർശനമാണ് ഈ ഓഡിയോ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് വളരെ പ്രസക്തമായി എനിക്ക് തോന്നി. എൻകൗണ്ടറിന് വേണ്ടിയിരിക്കുന്ന
ഒരു ജനത്തിൻ്റെ നടുവിൽ ഇതൊന്ന് കേൾപ്പിക്കുന്നത് ഉചിതമെന്ന് എൻ്റെ ഹൃദയത്തിൽ ബോധ്യമുണ്ടായി. और जब उस भाई ने उस ऑडियो संदेश को भेजा और जब मैंने उसे सुना, उनके 5 साल के एक बच्चे ने जो एक दर्शन देखा था उसके बारे में था वो, और मुझे आत्मा में मैंने महसूस किया कि अगर आज की सभा में उस ऑडियो संदेश को मैं सुनाऊं तो वो प्रासंगिक होगा. മലയാളത്തിലാണ് എങ്കിലും അതിൻ്റെ ആരംഭഭാഗം ഒന്ന് കേൾക്കുക. കർത്താവിൻ്റെ ദാസൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ശബ്ദം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനുവൽ കണ്ട ദർശനം എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. കേൾക്കാമോ? അഗ്നി കൊണ്ടുള്ള ഒരു കൊടുങ്കാറ്റ് കണ്ടു. മാനുവൽ കണ്ട ദർശനം എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. അഗ്നി കൊണ്ടുള്ള ഒരു കൊടുങ്കാറ്റ് കണ്ടു ആദ്യം. പിന്നെ കണ്ടത് ചീറ്റപ്പുലി പോലെ ഒരു വേഗതയെ ഓടുന്ന ഒരു തീ. പിന്നെ കണ്ടത് ഇന്ത്യയുടെ മാപ്പ് പോലെ ഇരിക്കുന്ന ഒരു തീ. പിന്നെ അത് ആദ്യം ഞാൻ കണ്ടപ്പോൾ ചുഴലിക്കാറ്റ് പോലെയുള്ള തീ കണ്ടിട്ട് പിന്നെ യേശുവോട് ഞാൻ ചോദിച്ചു, എന്താ ആദ്യം കാണിച്ചതെന്ന്. അപ്പോൾ 2 കാണിച്ചു. പിന്നെ ഒരെണ്ണം കൂടി കാണിച്ചു. അത് ഉൽക്ക വന്ന് ഈ വലിയ ഭൂമിയെക്കാട്ടിലും വലിയൊരു ഉൽക്കയാണ്. ഉൽക്ക വന്ന് ഓക്കെ, ആമേൻ. അതിൻ്റെ ആ ആശയം ഒന്ന് സംക്ഷിപ്തമായിട്ടൊന്ന് പറഞ്ഞേക്ക് പാസ്റ്റർ. और उस बालक ने जो दर्शन देखा वो दर्शन इस प्रकार से था कि एक बड़ी अग्निमय आंधी चल रही है. पहला उसने एक ऐसा दर्शन देखा. दूसरा, एक चीता के समान एक पशु वेगता के साथ में चल रहा है वो देखा. तीसरा, भारत का एक नक्शा उसने देखा. और जब उसने प्रार्थना किया तो उसको इस प्रकार से वापस वो आंधी और वो जो बातें वो भारत के ऊपर चलते हुए उसने देखा. और उसके बाद में देखा कि उल्का पिंड जैसा कोई चीज आकर पृथ्वी से टकरा रहा है. इस प्रकार का एक दर्शन उस बालक ने देखा. ആ ദർശനത്തിൻ്റെ ബാക്കി ഭാഗമുണ്ട്. എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ഭാഗം, ആദ്യത്തെ ഭാഗങ്ങൾ പ്രസക്തമാണ്. ഒന്നാമതായിട്ട് കാണുന്നത് ഒരു അഗ്നിയുടെ ഒരു ചീറ്റ, ഒരു പുള്ളി, കടുവയാണോ പുലിയാണോ, പുലി, അതേപോലെ ഇന്ത്യയുടെ മാപ്പ് പോലെ അഗ്നി കാണുകയുണ്ടായി. അപ്പോൾ നടക്കുവാൻ പോകുന്ന ഒരു ആത്മീക ഉണർവിനെക്കുറിച്ചുള്ള ദർശനമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. और उस बच्चे ने जो दर्शन देखा, मैं इस प्रकार से विश्वास करता हूं कि भारत के नक्शे के ऊपर उसने एक अग्निमय चीता के समान एक बात को देखा. मैं विश्वास करता हूं कि आने वाले दिनों में होने वाली आत्मिक जागृति का दर्शन प्रभु ने उस बालक को दिखाया. വളരെ സ്പഷ്ടമായിട്ട് അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നു എന്നതാണ് ആ സിമ്പലിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫയർ എന്നുള്ള സിമ്പല് എപ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ഇമേജറി ആകുന്നുവല്ലോ. ആ കുഞ്ഞ് അവന് ഫയർ ആവർത്തിച്ച് 3 തരത്തിലുള്ള ഫയർ കാണുന്നതിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ആ ഉണർവിൻ്റെ ലീഡർ, റിവൈവലിസ്റ്റ്, ഹോളി സ്പിരിറ്റ് ആകുന്നു. और उस दर्शन के अंदर जो प्रतीकों को बताया गया, उस प्रतीकों के आधार पर, चूंकि आग पवित्र आत्मा का प्रतीक चिन्ह और 3 बार उसने उस आग को देखा, इसलिए मैं विश्वास करता हूं कि आने वाली जागृति को का उसका नायक पवित्र आत्मा होने जा रहा है. ഫയർ എപ്പോഴും മാനിഫെസ്റ്റഡ് ആകുന്നത് കോണ്ടാക്റ്റിലൂടെയാണ്, ഉരസലിലൂടെയും കോണ്ടാക്റ്റിലൂടെയുമാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാച്ച് ബോക്സ്, അത് ഉരസുമ്പോഴാണല്ലോ തീ കത്തുന്നത്. और जब आग कब जलती है? जब घर्षण होता है. जब माचिस की तिल्ली माचिस के बॉक्स के ऊपर जब आप रगड़ते हो, उस रगड़ से चिंगारी या आग उत्पन्न होती है. അതേപോലെ പരിശുദ്ധാത്മാവുമായി നിരന്തരമായി ഉരസലിലായിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കും. ठीक उसी प्रकार से पवित्र आत्मा के साथ में एक घर्षण में, एक संपर्क में जो बना रहता है, उनके जीवन में निरंतर वो अग्नि जलती रहती है. ഇവിടെ നിങ്ങൾ 2 കല്ലെടുക്കുകയാണെങ്കിൽ, കല്ലുകൾ തമ്മിൽ ഉരസുകയാണെങ്കിൽ അവിടെയും തീനാളം ചിലപ്പോൾ പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. और 2 पत्थर यदि आप लेकर उसको आपस में घर्षोगे, आपस में उसको रगड़ोगे या संपर्क में लाओगे, तो संभावना है कि उसमें से चिंगारियों को आप देख सको. എന്നാൽ ആ തീനാളം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കത്തുവാൻ വേണ്ടി ഒരു വസ്തു ആവശ്യമാണ്. लेकिन अगर वो चिंगारी अग्नि के रूप में बना रहना है तो जलने के लिए एक वस्तु होना जरूरी है. കുറേ നേരം കല്ലിട്ട് ഉരച്ചു കഴിഞ്ഞാൽ പുറപ്പെടുന്ന തീനാളം വെറുതെ പോയി അങ്ങ് അപ്രത്യക്ഷമാകും. और कुछ समय तक आप उन पत्थरों को रगड़ते रहोगे तो वहां पे चिंगारियां होगी, लेकिन उसके बाद में वो चिंगारी अदृश्य हो जाएगी. എന്നാൽ അവിടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ മേൽ ആ തീ കയറി പിടിക്കുകയാണെങ്കിൽ ആ തീ നിന്ന് കത്തുവാൻ ഇടവരും.
लेकिन यदि वहां कोई वस्तु है और वह चिंगारी ने उस वस्तु पर अग्नि को पकड़ लिया तो वह आग बना रहेगा। അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനൊരു വ്യക്തിയെ ആവശ്യമാണ്. ആ വ്യക്തിയുടെ മേലാണ് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തികളെ അയക്കുവാൻ ആഗ്രഹിക്കുന്നത്. ठीक इसी प्रकार से जब पवित्र आत्मा कार्य करता है तो पवित्र आत्मा को भी एक व्यक्ति की जरूरत होती है और उस व्यक्ति के ऊपर पवित्र आत्मा अपने कार्य को बनाए रखता है। നിന്റെ ജീവിതം സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവുമായി ഒരു ഉരസൽ സംഭവിക്കുകയാണെങ്കിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തും. നീ പരിശുദ്ധാത്മാവിൻ്റെ തീയെ വഹിക്കുന്ന ഒരു ആയുധമായി തീരുവാൻ പോകുന്നു. प्रियो, आप अपने आप को पवित्र आत्मा के हाथों में पूरी रीति से समर्पित करोगे तो उस संपर्क के द्वारा आप में एक अग्नि जलेगी और वह आग कईयों की जिंदगियों को रूपांतरित करने वाला एक वस्तु के रूप में रूपांतरित हो जाएगा। നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലൊരു വിറക് കഷ്ണം എടുത്തതിന് ശേഷം, ഒരു തടി കഷ്ണം എടുത്തതിന് ശേഷം നിങ്ങൾ അതിനെ തീ കത്തിക്കുകയാണ് എങ്കിൽ ഒരിക്കൽ അതിൻ്റെ മേൽ തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റൊന്നായി തീരുവാൻ കഴിയുകയില്ല. आप देखिए, आपने घर में एक लकड़ी लेकर उस पे आग लगा दिया, एक बार लकड़ी ने आग को पकड़ लिया, इसके बाद में वह और कोई वस्तु नहीं बन सकती। നേരത്തെ തീ കത്തുന്നതിന് മുന്നമേ വേണമെങ്കിൽ അതിന് കസേരയുടെ കാലോ മേശയുടെ പലകയോ ഒക്കെ ആകാമായിരുന്നു. और आग लगने से पहले चाहिए तो वो कुर्सी की टांग या मेज के रूप में आप उस लकड़ी को निर्माण कर सकते थे। പക്ഷേ വൺസ് ആ തീ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കസേരയുടെ കാലാക്കാനൊക്കത്തില്ല, മേശയുടെ പലകയാക്കാനൊക്കത്തില്ല. അതിനെ പിന്നെ കത്താൻ മാത്രമേ കൊള്ളുകയുള്ളൂ. और एक बार आग लग गई, आग लगने के बाद में उस लकड़ी से आप और कोई कार्य नहीं कर सकते। उसे न तो कुर्सी में बना इस्तेमाल में कर सकते, न टेबल में इसे इस्तेमाल में कर सकते। इसके बाद एक ही काम उस लकड़ी पर हो सकता है, वह है जलना, और कुछ नहीं हो सकता। ആത്മാവിൽ ക്രിസ്ത്യ ജീവിതം, പരിശുദ്ധാത്മാവിൽ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ച എല്ലാവരോടും പറയുകയാണ്, നിന്നെ ലോകത്തിന് കൊള്ളത്തില്ല, നിന്നെ ഇനി കൊള്ളിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് മാത്രമാണ്. और आत्मा में मसीही जीवन आरंभ किए हुए आप लोगों को देखकर मैं कहना चाहूंगा, अब आप संसार के किसी काम के नहीं रहे। आपका जीवन के अंदर का एक ही उद्देश्य है, वो आत्मा में चलना, आत्मा में जलना। ആമേൻ. ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചതിന് ശേഷം പിന്നെ ലോകത്തിലേക്ക് പോയി ലോകത്തിൻ്റെ സുഖങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നവരുണ്ട്. ഒരു പ്രയോജനമില്ല, നിന്നെ അതിന് കൊള്ളത്തില്ല. ആത്മാവിൽ നീ കത്തിത്തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ നിന്നെ ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് മാത്രമേ കൊള്ളിക്കത്തുള്ളൂ. प्रियो, यदि मेरे और आपके जीवन के अंदर आत्मा का कार्य आरंभ हो चुका है, पवित्र आत्मा की अग्नि हम में प्रकट होने लग गई है, इसके बाद यदि आप संसार के सुख विलासों में, संसार की बातों में यदि आप चले भी जाओ तो कोई लाभ नहीं होगा, क्योंकि आपका वहां पर कोई इस्तेमाल भी नहीं हो पाएगा। രാത്രിയിൽ ഈ സമാപന മിനിറ്റുകളിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തീ നിന്റെ മേൽ ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और आज रात इस सभा में मैं विश्वास करता हूं, स्वर्ग से एक आग आपके ऊपर उतरने पाए। പഴയ നിയമത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള തീ യാഗപീഠത്തിൽ ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और पुराने नियम में स्वर्ग में से आग वेदी पर उतरते हुए हम देखते हैं। യാഗങ്ങളുടെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ആ സമയത്ത് തീയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. और उत्पत्ति 3 के अंदर हम एक बलि को देखते हैं जहां पर एक मेमना वध किया गया था, लेकिन वहां पर आग उतरते हुए हम नहीं देखते। എന്നാൽ അബ്രഹാമിൻ്റെ യാഗത്തിൽ തീ, അവൻ പിളർത്തിയ ആ മൃഗങ്ങളുടെ നടുവിലൂടെ ഒരു തീപ്പന്തം നടന്നു പോകുന്നത് കാണുവാൻ കഴിയുന്നു. അവിടെയാണ് ആദ്യമായിട്ട് യാഗത്തിൽ തീയുടെ സാന്നിധ്യം വെളിപ്പെടുന്നത്. लेकिन हम देखते हैं कि जब अब्राहम उस वेदी के ऊपर जब वो बलि चढ़ाता है, हम देखते हैं कि उस बलि पशु के बीच में अग्नि में मशाले वहां पर प्रकट होती है और पहली बार आग उतरते हुए हम वहां पर देख पाते हैं। അതിനുശേഷമായിട്ട് നമുക്ക് യാഗത്തിൽ തീയുടെ സാന്നിധ്യം പുറപ്പാട് പുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിലൊക്കെ യാഗവുമായുള്ള ബന്ധത്തിൽ തീയുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. और उसके बाद में निर्गमन में, लेवी व्यवस्था में, व्यवस्था विवरण में जहां जहां बलियों के बारे में बताया गया है, उस बलि के साथ में आग को भी समझाया गया है। ആമേൻ. മാത്രവുമല്ല, ഇസ്രയേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരെ അനുഗമിക്കുന്ന ഒരു അഗ്നി സ്തംഭമുണ്ടായിരുന്നു. और ठीक इसी प्रकार से इजराइल की प्रजा जब मिस्र की गुलामी से, दासत्व से जब बाहर निकले, उनकी अगुवाई करने वाले एक अग्नि के थंबे के बारे में हम देखते हैं। സംഖ്യാപുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് 13, 21 ആ ഭാഗങ്ങളിലൊക്കെ നമുക്കത് കാണുവാൻ കഴിയുന്നു. निर्गमन 14:14 और गिनती 14:14 और निर्गमन 13 के अंदर हम इन बातों को देख पाते हैं। ഒരു അഗ്നി സ്തംഭം അവരെ അനുഗമിച്ചു കൊണ്ടേയിരുന്നു. एक अग्नि स्तंभ उनकी अगुवाई करता रहा।
അവരുടെ യാഗത്തിൽ കത്തുന്ന തീ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് ഭൂമിയിൽ നിന്നുള്ള തീയല്ല, അത് സ്വർഗത്തിൽ നിന്നുള്ള തീയായിരുന്നു. और उनके बलिवेदियों पर जो अग्नि होती थी वह अग्नि पृथ्वी पर से उत्पन्न होने वाली अग्नि नहीं, लेकिन स्वर्ग से उतरने वाली अग्नि थी. യാഗപീഠത്തിന്റെ മേൽ തീ ഇറങ്ങുമായിരുന്നു, വിശുദ്ധ സ്ഥലത്തുള്ള നിലവിളക്കിന്റെ മേൽ തീ ഉണ്ടായിരുന്നു. बलिवेदी के ऊपर आग उतरती थी, पवित्र स्थान के ऊपर जो दीवट था वहां पर अग्नि जलती थी. അവിടെയുള്ള എല്ലാ സാധനങ്ങളും ആ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് യാഗപീഠം ഭൂമിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, നിലവിളക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന തങ്കത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, എല്ലാം ഭൂമിയിലെ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിരുന്നത്, തീ ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുവാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല, തീ സ്വർഗത്തിൽ നിന്നായിരുന്നു ഇറങ്ങിയിരുന്നത്. और हम देखते हैं कि जो मिलाप वाला तंबू था उसके अंदर जो हर स्थान, जो बाकी सारी बातें सांसारिक वस्तुओं से, चाहे वो पीतल की हो या लकड़ियों की हो, उन सब से उसे बनाया गया था, लेकिन एक ही बात थी जो वहां पर स्वर्ग से उतरी थी, वह थी आग आग आग. ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും ആമേൻ സാധാരണ ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ എക്യുപ്മെൻറ്റുകളുമൊക്കെ ഈ ഭൂമിയിൽ നിന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ഒരു തീ നിന്റെ മേലിറങ്ങും. और प्रियो में और आप इस संसार में रहते हैं और इस सांसारिक चीजों को जब हम इस्तेमाल में लेते हैं, इस प्रकार के माध्यमों को हम इस्तेमाल में लेते हैं, लेकिन इन सब के ऊपर जब स्वर्ग से एक अग्नि उतर आए, पवित्र आत्मा का सामर्थ्य उतर आए, तो बातें बदल जाती है. ഒരുക്കപ്പെട്ട ആ യാഗപീഠത്തിൽ മുറിക്കപ്പെട്ടു വെച്ചിരിക്കുന്ന ആ യാഗമൃഗത്തിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുമ്പോൾ അത് ഒരു സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. और हम देखते हैं कि बलिवेदी का निर्माण करने के बाद में उसके ऊपर जब बलि पशु को रखा जाता है, वहां से जब स्वर्गीय अग्नि उसके ऊपर उतरती है, स्वर्गीय अग्नि उतरने के कारण वो बलि पशु जलता है और उसमें से परमेश्वर के सम्मुख प्रसन्न होने वाला एक धूप के रूप में, हव्य के रूप में वो उड़ान भरता है. ആമേന്. വിശുദ്ധ സ്ഥലത്തുള്ള തങ്കം കൊണ്ടുണ്ടാക്കിയ നിലവിളക്ക് എല്ലാം ഭൂമിയിൽ നിന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ മേൽ സ്വർഗീയ തീ കത്തുമ്പോൾ ആ വിശുദ്ധ സ്ഥലം പ്രകാശം കൊണ്ട് നിറയും. और हम देखते हैं कि जो मिलाप वाले तंबू के अंदर पवित्र स्थान में जो दीवट रखा हुआ है, वह दीवट पीतल से बनाया गया है, लेकिन उस दीवट के ऊपर जब स्वर्गीय अग्नि जलती है, उस अग्नि के कारण वह स्थान पूरा प्रकाशमान हो जाता है. ഭൂമിയിലുള്ള നിലവിളക്ക് സ്വർഗീയമാകുന്ന വെളിച്ചത്തെ പരത്തുന്നു. आप देखिए संसार की वस्तुओं से बना हुआ वो दीवट स्वर्गीय रोशनी को प्रसारित कर रहा है. അത് തന്നെയാണ് നമ്മിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഭൂമിയിലുള്ള നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ തീ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിൽ കത്തുന്ന പ്രകാശങ്ങളായി മാറുവാൻ പോകുന്നു. प्रियो, वही बात मेरे और आपके जीवन में होने वाली है. जब हम इस पृथ्वी पर रहते हैं और स्वर्गीय अग्नि हमारे ऊपर आ जाए, तो ईश्वर महिमा हमारे ऊपर से प्रसारित होने लगेगी. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വാക്യത്തിൽ കർത്താവാകുന്ന യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം അത് ആത്മാവും ജീവനുമാകുന്നു. और यूहन्ना 6:63 के अंदर यीशु मसीह ने कहा, मैंने जो वचन तुमसे कहा वह आत्मा और जीवन है. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഒരു തീ കത്തണമെന്നുണ്ടെങ്കിൽ ആ തീ കത്തുന്നത് വചനത്തിലൂടെയാണ്. ആ തീ കത്തുന്നത്. और यदि ऐसा है तो वह आग यदि आपके जीवन में जलना है तो वह वचन के द्वारा वह होगा. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവിനോട് യഹോവയാകുന്ന ദൈവം പറയുകയാണ്, ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. और यिर्मयाह 5 और उसके 14 पद के अंदर हम इस प्रकार से कहते हैं, इस प्रकार से वहां लिखा है कि इस कारण सेनाओं का परमेश्वर यहोवा यूं कहता है, ये लोग जो ऐसा कहते हैं, इसलिए देख मैं अपना वचन तेरे मुंह में आग और इस प्रजा को काट बनाऊंगा और वह उनको भस्म करेगी. അങ്ങനെയെങ്കിൽ അഭിഷേകമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദിവ്യമാകുന്ന ഡിവൈൻ ഫയർ കത്തിക്കുവാൻ വേണ്ടി അവർക്ക് വചനം മാത്രം മതി. और यदि ऐसा है तो जिनके जीवन के ऊपर अभिषेक है, एक ईश्वरीय अग्नि को जलाने के लिए उन्हें केवल वचन की जरूरत है. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു ആമീൻ എമ്മോസിലേക്ക് പോകുന്ന 2 സഹോദരന്മാരോടുകൂടെ 2 ശിഷ്യന്മാരോടുകൂടെ നടക്കുമ്പോൾ അവിടെ 32-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു.
लूका रचित सुसमाचार 24वें अध्याय के अंदर हम उन चेलों के बारे में देखते हैं जो माउस की ओर जा रहे थे, और उसके 32वें पद में वे चेले इस प्रकार से कहते हैं, जब वह मार्ग में हमसे बातें करता था और पवित्र शास्त्र का अर्थ हमें समझाता था, तो क्या हमारे मन में उत्तेजना न उत्पन्न हुई। അപ്പോൾ യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ശിഷ്യന്മാരുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. और यीशु जब वहां पर बातचीत कर रहे थे, उन चेलों के हृदय के अंदर एक अग्नि में अनुभूति उन्हें हो रही थी। ഇന്ന് രാത്രിയിൽ അതുപോലൊരു കത്തൽ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? आज रात क्या उस प्रकार की एक जलन आपके अंदर है? അല്പസമയം കരങ്ങളടിച്ച് അന്യഭാഷയിൽ ഒന്ന് സംസാരിക്കുക. तालियां बजाकर सभी लोग अन्य भाषा में आराधना करें कुछ समय। നിങ്ങളുടെ ഉള്ളം കത്തട്ടെ, ഉള്ളം കത്തട്ടെ. आपके अंदर एक आग जलने पाए। പുറപ്പെടുന്ന വചനം നിങ്ങളുടെ ഉള്ളത്തെ കത്തിക്കട്ടെ. और आज यहाँ पर बहने वाला वचन आपके जीवनों के अंदर एक अग्नि में अनुभव में आपको लाने पाए। പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ ഉള്ളത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ കത്തട്ടെ. पवित्र आत्मा की आग आपके अंदर जलने पाए। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ മുന്നോട്ട് പോകുന്നു. ഈ ഫയർ നിന്റെ മേൽ വരികയാണ് എങ്കിൽ നിനക്ക് ആകമാനം ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. और प्रियो, यह आग यदि आपके जीवन में आ जाए तो आपके अंदर से एक आंतरिक रूपांतरण आपके जीवन में होगा। നിങ്ങൾ ശ്രദ്ധിക്കുക, തീ നാച്ചുറൽ ഫയർ വിറകിന്റെ മേൽ കത്തിക്കഴിഞ്ഞാൽ വിറക് അല്പസമയം കഴിയുമ്പോൾ കരിയായി തീരും, ചാരമായി തീരും. और संसार की आग यदि लकड़ी के ऊपर जल जाए तो कुछ समय बाद में वो लकड़ी राख के रूप में तब्दील हो जाएगी। ആമേൻ. ആ അഗ്നി സ്വർണത്തെ ചൂടുപിടിപ്പിക്കുകയാണെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ സ്വർണം ലായനിയായി തീരും. और यदि जो सोना है उसको उस आग के अंदर डाल दिया जाए तो कुछ समय के बाद में वो सोना गल जाएगा। ആമേൻ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോയിട്ട് ഇന്ന് രാത്രിയിൽ ചിലപ്പോൾ നിങ്ങളുടെ കലത്തിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് അരിയിടും. അരിയിട്ടതിന് ശേഷം അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ആ ചൂട് തട്ടുമ്പോൾ ആ റൈസ് ബോയിൽഡ് റൈസ് ആയി തീരുകയാണ്. और जब घर में आप पानी गर्म करके उसमें आपने चावल डाला, कुछ समय बाद में उस पानी जब उबलेगा, उस गर्मी के कारण वो चावल जो है पूरी रीति से तैयार हो जाएगा। അപ്പോൾ തീയിൽ നിന്ന് പുറപ്പെടുന്ന ചൂട് കൊണ്ട് റൈസിനെ ബോയിൽഡ് റൈസ് ആക്കുവാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫയർ നിന്റെ മേൽ കത്തുകയാണെങ്കിൽ നീ ആളുമാറും. आप देखिए, जब वो आग के ऊपर आपने तपेली रखी, तपेली में पानी रखा और उबलते हुए पानी में जब आपने चावल डाला, उस चावल का स्वरूप रूपांतरित हो गया। यदि ऐसा है तो पवित्र आत्मा की आग जब आपके जीवन के ऊपर आएगी, आप एक रूपांतरित व्यक्तित्व बन जाओगे। നീ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷവും ജഡീക ചിന്തകളും പ്രാകൃത സ്വഭാവങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നീ ജീവിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ മേൽ തീ കത്തുകയാണെങ്കിൽ നീ ആളുമാറാൻ പോകുകയാണ്. यदि प्रभु को जानने के बाद में आज भी आप सांसारिक बातों के अंदर, सांसारिक चिंता, मानसिकता के अंदर यदि आप जीवनों को व्यतीत कर रहे हैं, तो यदि पवित्र आत्मा की आग आपके ऊपर वास्तविकता में आ जाएगी, आपका जीवन रूपांतरित हो जाएगा। പലരും പറയും, ഈ ശരീരം, എൻ്റെ ബ്രദറെ, ഈ ശരീരത്തിനകത്തുനിന്ന് പുറപ്പെടുന്ന ദുഷ്ടചിന്തകൾ, ദുഷ്ട സ്വഭാവങ്ങൾ, എനിക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാൻ കഴിയുകയില്ല. और बहुत सारे लोग इस प्रकार से कहते हैं, मेरे शरीर के अंदर दुष्टता भरी हुई है और दुष्ट विचार मेरे अंदर से निकलते रहते हैं और मैं प्रभु के राज्य में इस्तेमाल में नहीं लिया जा सकता। എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മേൽ ജയമില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ കാണുകയാണ്. मेरी आंखों पे मैं नियंत्रण नहीं कर पा रहा, अनावश्यक चीजों को मैं देखता रहता हूं। പല ക്രിസ്ത്യാനികളുടെയും പല ദൈവമക്കളുടെയും കരച്ചിലായി പറയുന്നത്. और कई मसीहियों की, कई विश्वासियों का क्रंदन है इस प्रकार से। ചിലർ പറയുന്നു, എനിക്കിതൊന്നും കേൾക്കണ്ട, പക്ഷെ കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല, ഞാൻ അതിന് അടിമയായിരിക്കുകയാണ്. और बहुत सारे लोग कहते हैं, मैं इन बातों को सुनना नहीं चाहता, लेकिन बिना सुने मैं रह नहीं पाता, मैं उनकी गुलामी में आ गया हूं। നോട്ടത്തിന്റെ മേൽ ജയമില്ലാത്ത ക്രിസ്ത്യാനി, കേൾവിയുടെ മേൽ ജയമില്ലാത്ത ക്രിസ്ത്യാനി, സംസാരത്തിന്റെ മേൽ ജയമില്ലാത്ത ക്രിസ്ത്യാനി, ഇന്ന് രാത്രിയിലെങ്കിലും നിന്റെ മേൽ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. आप नाम के मसीह होंगे, लेकिन आपके आंखों के ऊपर आपका नियंत्रण नहीं, आपके विचारों के ऊपर आपका नियंत्रण नहीं, आप क्या सुनते हो उसके ऊपर आपका नियंत्रण नहीं, आप क्या बोलते हो उसके ऊपर आपका नियंत्रण नहीं। यदि ये आपकी हालात है तो आज आपके शरीर के अंगों के ऊपर आत्मा की आग उतरने पाए। ഒരു പുതിയ ബ്രീഡിനെ കുറിച്ച് കേട്ടപ്പോൾ, ന്യൂ കൈൻഡ് ഓഫ് സൺസ് ഓഫ് ഗോഡിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണ്, എനിക്കൊരു ന്യൂ ബ്രീഡായി തീരണമെന്ന്. और जब हमने बताया कि एक नई प्रजाति के रूप में प्रभु खड़ा करना चाहता है, नए पुत्रों को प्रभु का आत्मा जन्म देना चाहता है, सब उत्साहित हो गए कि हमें भी उस जाति का भाग बनना है। നീ ഒരു ന്യൂ ബ്രീഡായി തീരണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഫയർ നിന്റെ മേൽ ഇറങ്ങണം. यदि आप एक नई पीढ़ी का भाग बनना है तो आज आग आपके ऊपर उतरना अनिवार्य है। നിന്നെ ആകമാനം രൂപാന്തരപ്പെടുത്തുന്ന തീ നിന്റെ മേൽ കത്തണം.
और तुझे संपूर्ण रीति से रूपांतरित करने वाली अग्नि आपके ऊपर जलना है। ആ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ശൗലിനെ കാണുവാൻ കഴിയുന്നുണ്ട്. प्रेरितों के कार्य 9वें अध्याय में हम शाऊल के जीवन को देखते हैं। ഭീഷണിയും കൊലയും ശ്വസിക്കുന്ന നിശ്വസിക്കുന്ന ഒരു ഭീകരനായിരുന്നു, ഒരു തീവ്രവാദിയായിരുന്നു ആ മനുഷ്യൻ. और शाऊल अपने आप में एक आतंकवादी के समान था, जो कलीसिया को सताने के लिए, उजाड़ने के लिए पूरी रीति से मानसिकता को बनाकर निकला हुआ व्यक्ति था। അപ്പൊ അന്നത്തെ കാലത്തെക്കാട്ടിലും ഇന്ന് നമുക്ക് ആതങ്കവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. और उन दिनों से ज्यादा आज हम आतंकवादी शब्द बोलते हैं, हम लोग समझ जाते हैं किस प्रकार की मानसिकता होती है। ഇയാളൊരു ആതങ്കവാദിയായിരുന്നു. ഇന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാകും ആതങ്കവാദി ആരാന്ന് നമുക്കറിയാം. और आज हम समझ सकते हैं कि वो शाऊल जो है एक आतंकवादी था उस जमाने का। ഈ ശൗലൊരു ആതങ്കവാദിയായിരുന്നു. ഈ ആതങ്കവാദിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? और वह एक आतंकवादी था, उस आतंकवादी से हमें क्या कुछ लाभ होगा? പലതിനെയും കർത്താവ് രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. परमेश्वर कईयों की जिंदगियों को रूपांतरित करने जा रहा है। ഒരാതങ്കവാദിയായിരുന്ന ശൗലിനെ പരിശുദ്ധാത്മാവ് തൻ്റെ അഗ്നിയാൽ രൂപാന്തരപ്പെടുത്തി പൗലോസാക്കി ദൈവരാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യിക്കുവാൻ വേണ്ടി ആ ശരീരത്തെ, ആ മനസ്സിനെ, ആ ആത്മാവിനെ ഒരു ഉപകരണമാക്കിയെങ്കിൽ നിന്റെ ഊഴം വന്നു എന്ന് വിശ്വസിക്കുക. നിന്നെ ആകമാനം രൂപാന്തരപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ള പരിശുദ്ധാത്മാവാണ് നിന്നിൽ പ്രവർത്തിക്കുന്നത്. शाऊल जो आतंक फैलाने वाला एक आतंकवादी के तुल्य था, यदि उसके जीवन को रूपांतरित करके कलीसियाओं को बनाने वाला, कलीसियाओं को संभालने वाला एक व्यक्तित्व के रूप में पवित्र आत्मा यदि उसे रूपांतरित कर सकता है, तो आज रात को विश्वास कीजिए, मेरे और आपके जीवनों को पवित्र आत्मा अपने कार्य के लिए, राज्य के विस्तार के लिए एक उपयोगी पात्र के रूप में मुझे और आपको वो रूपांतरित कर सकता है। ഇടയിൽ കയറി പറയട്ടെ, ഇതുവരെയും പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന് രാത്രി നിനക്ക് അസുലഭമാകുന്ന ഒരവസരം തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നീ ആഗ്രഹിക്കണം, കൊതിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിലവിളിക്കണം. यदि अभी तक आपने पवित्र आत्मा का बपतिस्मा नहीं पाया, अन्य भाषा का दान आपको नहीं मिला है, तो आज आपके अंदर वो भूख आने पाए, आज आपके अंदर वो चाहत आने पाए, प्रभु के सम्मुख गिड़गिड़ाए, प्रभु के सम्मुख आंसू बहाए, प्रभु मुझे चाहिए, ऐसा आपके अंदर एक जरूरत की मानसिकता आने पाए। പൗലോസ് തന്നെ തൻ്റെ സാക്ഷ്യം പറയുന്നുണ്ട്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ദമസ്കോസിലേക്ക് പോകുന്ന സമയത്ത്, ഉച്ച സമയത്ത് പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. और पौलुस अपने जीवन की कहानी को कई स्थानों में प्रेरितों के कार्य में बताता है, जब मैं दमिश्क की ओर जा रहा था तो आकाश से एक ज्योति मेरे चारों ओर आ चमकी। ആ തീ പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയതുപോലെ നിങ്ങളിൽ പലരെയും പരിശുദ്ധാത്മാവിന്റെ തീ രൂപാന്തരപ്പെടുത്തുവാൻ പോകുകയാണ്. और जिस प्रकार से उस आग ने शाऊल को रूपांतरित करके पौलुस बना दिया, ठीक उसी प्रकार से यही अग्नि आपके जीवनों को भी आज रात रूपांतरित करना चाहती है। വളരെ വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അഗ്നി എന്നെ തൊട്ടത്. कई सालों पहले जब मैं अपने प्रार्थना कक्ष में प्रार्थना कर रहा था, उस समय इस आग ने मुझे छुआ। ഞാനൊരു സാധാരണ നിലയിൽ ആ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സാധാരണ ശുശ്രൂഷകനായിരുന്നു. और मैं एक साधारण रीति से छोटी बातों को बोलने वाला, एक प्रभु की सेवकाई करने वाला एक प्रभु का दास था। എൻ്റെ ജീവിതമാകമാനം മാറി. और उस जब प्रभु की आग मेरे जीवन में आई, मेरा जीवन संपूर्ण रीति से बदल गया। ഞാൻ ഓർക്കുന്നുണ്ട്, അതിനുശേഷം ഞാൻ ഒരിടത്ത് പോയി വാ തുറന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയും ജനത്തിൻ്റെ മേൽ സംഭവിച്ച കാര്യം ഇന്നും എൻ്റെ ഹൃദയത്തിൽ പിക്ചർ പോലെയുണ്ട്. और उस घटना के बाद में एक स्थान में जाके जब मैंने लोगों के सामने कुछ बातों को बोला, और जो वहां का माहौल बना, वो आज भी एक तस्वीर के समान वो बातें मेरे मन में पड़ी हुई है। നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം ഇറങ്ങുകയാണ് എങ്കിൽ നിന്റെ ശബ്ദം മാറാൻ പോകുകയാണ്, നിന്റെ നോട്ടം മാറാൻ പോകുകയാണ്, നിന്റെ കേൾവി മാറാൻ പോകുകയാണ്, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത സ്വർഗീയ ശബ്ദങ്ങൾ നീ കേൾക്കാൻ പോകുകയാണ്, നിന്റെ ശുശ്രൂഷ മാറാൻ പോകുകയാണ്. प्रियो, पवित्र आत्मा की आग यदि आपके ऊपर उतर आए, आपका देखने का नजरिया बदल जाएगा, आपका सोचने का नजरिया बदल जाएगा, आपकी बातचीत करने का नजरिया बदल जाएगा। एक बड़ा बदलाव पवित्र आत्मा की ओर से आपके जीवन के अंदर आ जाएगा। ദൈവത്തിൻ്റെ ഗ്ലോറിയാൽ നിറഞ്ഞ് ഈ തലമുറയിൽ നീ പ്രയോജനപ്പെടുവാൻ പോകുന്നു. परमेश्वर की महिमा से भरकर इस पीढ़ी में आप इस्तेमाल में लिए जाओगे। ആ കുഞ്ഞ് കണ്ടതുപോലെയാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. പോകുന്നു.
और जिस प्रकार से उस बच्चे ने देखा, हम विश्वास करें कि भारत में इन दिनों में परमेश्वर एक अग्निमय उपस्थिति को, एक अद्भुत जागृति को परमेश्वर भेजने जा रहा है, ऐसा हम विश्वास करें। വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് അന്യഭാഷയിൽ സംസാരിക്കുക. विश्वास करने वाले तालियां बजाकर अन्य भाषा में प्रभु की आराधना करें. ജഗൽ മഖിത്തിൽ ബറൂഖിതനെ യാമസുൽ ഗബജനി ആവദിനി ആതുർഗമിന ഓസുൽ മദ്രി യാംസ്രബി ആൻതുരി വികാൻ മറൂജിനി വിൽകര ബർജാല മിനാതുർദിനി വിൽമാർബിനി യുജലമൻ അധികാർതുനി ലംജുല്ല മേഘമാർതുനി വിഗൻഷുൻ മനാദി അർതുനെ. ഇതിനിടയിൽ ചില കാര്യങ്ങളും പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ അന്യഭാഷ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ബോധ്യം വരികയാണ്. ആമോസിനെ പോലെ ഭൗതികമാകുന്ന ജോലിയിലായിരിക്കുന്ന ചിലരെ കർത്താവ് പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പുറത്തിറക്കാൻ പോകുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലുള്ളവരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. अभी यहाँ बैठे हुए किसी व्यक्ति से प्रभु की आत्मा मुझसे मेरे द्वारा बातचीत कर रहा है. जिस प्रकार से आमोस कुछ कार्यों में लगा हुआ था, लेकिन परमेश्वर ने उसे सेवकाई के अंदर पूर्णकालीन सेवकाई में निकाला, ठीक इसी प्रकार से परमेश्वर का आत्मा कुछ लोगों को जो आज इस सभा में जुड़े हुए, प्रभु आपको पूर्णकालीन सेवकाई के लिए बुला रहा है. അന്യഭാഷയിൽ സംസാരിക്കുക. ലബഗോത്തിന് ബായത്തിന് ബാരമത്തിൽ ബുർവയന്യബ്തബിലി അമർദിനി അബാകാതന അബിഗസ്കനി അഥോരോമാന റിയാന രാമാസിൽ ബോജനി അബതരി വിൽ വാനകത്തുൽ ബൈന ബത്തർ ബിനയസ്കിൽ മനോദരദികൽ കര നിയോധന. ഈ എൻകൗണ്ടറിന്റെ സമാപനം നിങ്ങളെല്ലാം ഒന്ന് ആരാധിക്കണം, ശക്തിയോട് ആരാധിക്കണം. ചില പ്രത്യേക ഉയർന്നു നിൽക്കുന്ന സ്തംഭങ്ങൾ ഇടിഞ്ഞു വീഴുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. और इस एनकाउंटर सभाओं के आखिरी सभा में सभी लोग आत्मा में उत्साह के साथ में प्रार्थना कीजिए. पवित्र आत्मा बता रहा है कुछ शत्रु के गढ़ों को पवित्र आत्मा आज रात को गिराने जा रहा है. സംസ്ഥാനത്തിന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന ചില സ്തംഭങ്ങൾ, ചില പില്ലറുകൾ ഇടിഞ്ഞു വീഴാൻ പോകുകയാണ്. राज्यों के खिलाफ खड़े हुए कुछ स्तंभ, कुछ गढ़ आज रात आत्मा की सामर्थ्य से गिराए जाने जा रहे हैं. ഇതിൽ പലരുടെയും വീട്ടിനകത്ത് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കൊച്ചു പിശാചുകൾ, വീട്ടിനകത്തിരിക്കുന്ന പിശാചുകൾ ഇന്ന് ചൂട് തട്ടി പുറത്തേടാൻ പോകുകയാണ്. आज आपके घरों के अंदर छोटी छोटी बातों में संदेह उत्पन्न करवा कर आपस में लड़ाई झगड़ा करवाने वाले दुष्ट आत्मा यीशु मसीह के नाम से उस आग के प्रभाव में आपके घरों को छोड़ रही है. ഫാമിലിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ വിചാരിക്കും ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, പിള്ളേർ ശരിയല്ല, ആരുടെയും കുഴപ്പമല്ല. ആ വീട്ടിനകത്ത് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു സാധനം, ഒന്നല്ല പല കൊച്ചു ദുരാത്മാക്കൾ ഇരിപ്പുണ്ട്. അതിനെ പുറത്തു ചാടിക്കുന്ന തീ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങട്ടെ. और पति और पत्नी के बीच में मतभेद लाकर लड़ाई झगड़ा करवाने वाली बातों को सोचकर आप व्याकुल होते होंगे, लेकिन प्रभु का आत्मा कह रहा है ऐसे कई अंधकार की ताकतें हैं जो आपकी जिंदगियों को आपस में संदेह उपचन करवा के लड़ा रही है. लेकिन आज आत्मा की आग जब वहां पर उतरेगी, उन सारे प्रभावों से अब यीशु मसीह के नाम में आज आजाद हो जाओगे. അന്യഭാഷയിൽ സംസാരിക്കുക. മേലാച്ചൽ ബൈക്കനവരച്ചിനി ബഗബതനെ കരകളടിച്ച് ലഗദുല്ല മാർക്കബദനെ യാംദറബനെ യതഗൽ മനദിഗാർതുന ദിഗൽ മനദിഗാർതുനി ശരബനദുല്ല മനഖദുരദല മതുർബിനി യലഗദന ദിഗാർതുനി ലാബർദന വലഗമന ദിയാൻതുന വലഗദന റുബറ ബബബബന റിയതമന ദിഗൽ മനദിഗാർതുനി അർത്ഥാമസിനി അർഥോൽകരാജന റൊസാനിയ സീൽ ബർത്തോനിയ ജാൽ ബറക്കസ്കെൽബറി ജനൈസേ ചെർബൈനാഥന. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. पवित्र आत्मा को स्वीकार कीजिए, आत्मा से भरिए. ആമേൻ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ആമേൻ. ആത്മാവിന്റെ തീ കത്തുകയാണെങ്കിൽ നിന്നിൽ ആകമാനം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. पवित्र आत्मा की आग जब आप पर जलती है तो एक संपूर्ण रूपांतरण आपके जीवन में होता है. മറ്റൊരു കാര്യം, നീ കർത്താവിന് വേണ്ടി പാഷനേറ്റ് ആകും. ഫയർ പാഷൻ തരും. तेरे अंदर जब वो आग उतरती है प्रभु के लिए, तेरा उत्साह बढ़ जाता है. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. रोमियो की पत्री उसके 12वां अध्याय और उसके 11वें पद में इस प्रकार से लिखा है, प्रयत्न करने में आलसी न हो, आत्मिक उन्माद में भरे रहो, प्रभु की सेवा करते रहो. ആ ഉത്സാഹം, എരിവ്, പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ കത്തുകയാണ് എങ്കിൽ നിനക്ക് എരിവും ആവേശവും ഉത്സാഹവും പരിശുദ്ധാത്മാവ് നൽകി തരും. यदि पवित्र आत्मा की अग्नि आपके जीवन में जलेगी तो एक आत्मिक उन्माद आपके जीवन में आ जाएगा. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ വളരെ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അവർക്ക് ശക്തി കൊടുക്കും. और ऐसे लोगों को पवित्र आत्मा के नियंत्रण में और पवित्र आत्मा की अगुवाई में कई कार्यों को करने का बल पवित्र आत्मा प्रदान करेगा. പ്രതിസന്ധികൾ വന്നാൽ അവർ തളരുകയില്ല, ഇടറിപ്പോകുകയില്ല. और जीवन की विपरीत परिस्थितियों के अंदर वे पराजित नहीं होंगे, वे बिखरेंगे नहीं. അവർക്കൊരു കഷ്ടത വന്നു കഴിഞ്ഞാൽ കഷ്ടതയെ അവർ ശ്രദ്ധിക്കത്തില്ല. അവർ ആ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പിന്നെയും ആത്മാവിൽ എരിവുള്ളവരായി മുന്നോട്ട് പോകും.
और उनके जीवन में दुख संकट आ भी जाए तो भी वो उसकी परवाह किए बगैर आत्मिक उन्माद में बढ़ते जाएंगे और आत्मा में बलवंत होते हुए चले जाएंगे। പഴയ നിയമത്തിൽ ഏലിയാവ് വളരെ ശക്തനാകുന്ന പ്രവാചകനായിരുന്നു. പക്ഷേ ഇസബേല് ഒരു ഭീഷണി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയപ്പെട്ട് ചൂരച്ചുരുടെ കീഴിൽ പോയി നിരാശപ്പെട്ട് മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. हम देखते हैं कि पुराने नियम में एलिया बड़ा एक भविष्यवक्ता था, लेकिन इजबेल रानी ने जब उसके खिलाफ बोला तब वो भयभीत होकर झाऊ के पेड़ के नीचे जाकर पड़ गया कि मैं मरना है, मेरे लिए काफी है। ഏലിയാ വിടറിപ്പോയി. एलिया निराश हुआ। ആമേൻ. പുതിയ നിയമത്തിൽ നമുക്ക് സ്നാപക യോഹന്നാനെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലും ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ സ്നാപക യോഹന്നാൻ ഇടറിപ്പോയി. और नए नियम में यूहन्ना बपतिस्मा देने वाले के बारे में हम देखते हैं उसके जीवन में भी एक ऐसा दौर आया जहां पर उसने उसकी ही कही हुई बातों पर वह विश्वास नहीं कर पा रहा था, वह संदेह कर रहा था। ഏലിയാവിനുണ്ടായതുപോലെ സ്നാപക യോഹന്നാൻ ഉണ്ടായതുപോലെ സമാനമാകുന്ന സാഹചര്യം അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് കുറെ കൂടെ പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോയി. लेकिन हम देखते हैं कि जो परिस्थितियों में से एलिया गुजरा, जो परिस्थितियों में से यूहन्ना बपतिस्मा देने वाला गुजरा, जब प्रेरितों के जीवन में जब ऐसी परिस्थिति आई वे निराश नहीं हुए, लेकिन और अधिक उन्माद में वे आगे बढ़ते चले गए। അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ ജയിലിൽ കിടക്കുന്ന പൗലോസിനെയും സീലാസിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് നിരാശയൊന്നുമില്ല, അവരതിനകത്ത് പാട്ടുപാടി ആരാധിക്കുക. और प्रेरितों के कार्य 16वें अध्याय में पौलुस और सिलास जो कारागृह में पड़े थे वे निराश नहीं थे, लेकिन वहां पर वे आत्मा में गीत गाकर आराधना कर रहे थे। സ്നാനപ്പെടുത്തുക और वह वहां पर आराधना करते हैं और उसके बाद में बपतिस्मा की सेवकाई वहां पर हो जाती है। ശരീരം മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണ്. उनका शरीर पूरा घावों से भरा हुआ है। ആ രാത്രി സ്നാനപ്പെടുത്തണമെങ്കിൽ പൗലോസോ ശീലാസോ വെള്ളത്തിൽ ഇറങ്ങണം. और उस रात अगर किसी को बपतिस्मा देना है तो पौलुस या शिलास में से कोई एक जल में उतरना पड़ेगा। ശരീരം മുഴുവൻ മുറിഞ്ഞ പച്ച മുറിവുമായിട്ട് ഒരാൾ വെള്ളത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? शरीर में पूरे घाव है, उन घावों के साथ में यदि पानी में एक व्यक्ति उतरता है तो उसको कैसा लगेगा? ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ മുറിവും വേദനയും എല്ലാം വെച്ചോണ്ട് അവർ നേരെ തെസലോനിക്കയ്ക്ക് പോവുകയാണ്. और अगले दिन ये पूरा घाव और दर्द लेकर अगले दिन वो थिस्सलुनीकिया की ओर जाते हैं। അതുപോലെ പാഷനേറ്റ് ആക്കി നിന്നെ മാറ്റാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. उस प्रकार से उन्माद में पवित्र आत्मा आपको रूपांतरित करना चाहता है। ജീവിതത്തിൽ ഏതാണ്ട് ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആത്മീക മുന്നേറ്റത്തെ പുറകോട്ടാക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ आपके जीवन में यदि कोई निराशा की बातें आ गई, यदि कोई समस्या की बातें आ गई, ऐसा कर कर आत्मिक रीति से ठंडेपन में जाने वालों के बारे में मैं नहीं कह रहा, लेकिन जीवन में चाहे कैसी भी विपरीत परिस्थितियां क्यों ना आ जाए, उन विपरीत परिस्थितियों के मध्य में आत्मिक उन्माद में और अधिक उत्साह में और अधिक जोश में आगे बढ़ने वालों के बारे में मैं बात कर रहा हूं। അതേപോലെയുള്ള ഒരു പാഷനെ കർത്താവ് തരാൻ പോകുകയാണ്. ठीक इस प्रकार का एक उत्साह प्रभु आपके जीवनों में देना चाहता है। അങ്ങനെയുള്ള പാഷൻ ഉള്ളവരെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. और उस प्रकार के उत्साह रखने वाले लोगों को प्रभु सुरक्षित भी रखता है। അവരുടെ മുമ്പിൽ ചിലപ്പോൾ അപകടകരമാകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നെന്നിരിക്കും. के सम्मुख दुर्घटनामय परिस्थितियां आ भी सकती है, എന്നാൽ അതിൻ്റെ നടുവിലും കർത്താവ് അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യും. लेकिन उसके मध्य में परमेश्वर उनके लिए अद्भुत कार्य करेगा। ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. विश्वास करने वाले अपने हाथों को उठा के प्रभु की स्तुति कीजिए। ഞാൻ മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ അവിടെയുള്ള ഒരു ദേവദാസൻ എന്നോടൊരു അനുഭവം പറയുകയായിരുന്നു. और एक बार जब मैं महाराष्ट्र में एक स्थान में था, वहां के प्रभु के दास ने मुझसे उनके अनुभवों को बांटा। ഞാൻ ചന്തയിൽ പോയി ട്രാക്സ് കൊടുക്കുന്ന സമയത്ത് और वह बाजार में जाकर जब पर्चियां बांटा करते थे, തന്നെ ഒരു മനുഷ്യൻ തടഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി തയ്യാറായി. और वहां पर अन्य एक व्यक्ति ने उसे रोका और उसे मारने के लिए तैयार हुआ। അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് വലിയൊരു ധൈര്യം കിട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ്, എന്നെ നീ തൊടാൻ ആരാണ്? നീ വേണമെങ്കിൽ പോയി പാകിസ്ഥാനിൽ നിന്ന് വന്ന പത്താൻകാരെ വല്ലതും നീ തൊടാൻ പറഞ്ഞു. और तुरंत उसके मन में एक हिम्मत आई, उसने कहा कि मैं भारतवासी हूं, तू मेरे ऊपर कैसे हाथ बढ़ा रहा? तुझे मारना ही नहीं, किसी पाकिस्तानी को जाके मार। ഈ മനുഷ്യൻ കൈ ഉയർത്തി മനുഷ്യൻ കൈ ഉടനെ താത്തു. इस बंदे ने जिसने हाथ उठाया था अपने आप उसने हाथ नीचे रख दिया। ഈ ദേവദാസിന് വലിയ അത്ഭുതം തോന്നി. ഇയാൾ എന്താ അടിക്കാതിരുന്നെന്ന് തോന്നി. और इस प्रभु के दास को लगा कि यार बड़ा आश्चर्य, इसने हाथ क्यों नहीं उठाया मेरे ऊपर? പിന്നെ മനസ്സിലായത് ഇയാള് വിഭജന കാലത്ത് പാകിസ്ഥാനിൽ വന്നൊരു പട്ടാണാണ്. ഈ പാസ്റ്റർ അറിയാതെ പ്രവചനമാണ് പറഞ്ഞത്. और
उसे बाद में मालूम पड़ा कि ये बंदा जब भारत विभाजित हुआ तो उसमें पाकिस्तान से आया हुआ एक व्यक्ति था। अनजाने में ये पादरी साहब ने नबूद का एक वचन वहां पर बोल दिया था। നിന്റെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ കർത്താവ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. प्रियो, आपके अंदर आत्मा की अग्नि है तो परमेश्वर आपको सुरक्षित रखेगा। ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗ്രാമത്തലവൻ വാളുമായിട്ട് വരികയാണ്. എനിക്കറിയത്തില്ല എന്തിനാ അയാൾ വരുന്നതെന്ന്. और मैं एक बार एक जगह में प्रचार कर रहा था, गांव का मुखिया तलवार लेके मेरे सामने आ रहा है। मुझे नहीं मालूम कि ये बंदा क्यों आ रहा है। അയാൾ എൻ്റെ അരികിലേക്ക് വരുമ്പോൾ എനിക്കറിയത്തില്ല അയാൾ എന്തിനാ ഈ വാളും പിടിച്ചോണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അയാൾ ലക്ഷ്യമാക്കിയിരുന്നത് പ്രീച്ചറെ കുത്തുക എന്നുള്ളതായിരുന്നു. और वो बंदा तलवार लेके आ रहा है और इस इरादे से आ रहा था कि प्रचारक को मारने के लिए, लेकिन मुझे नहीं मालूम था कि ये क्यों आ रहा है। और वो मेरी ओर आया। എന്നാൽ അന്ന് രാത്രിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. കർത്താവിൻ്റെ ജീവനെ പ്രൊട്ടക്ട് ചെയ്തു. और उस रात प्रभु ने एक अद्भुत कार्य किया। प्रभु ने मेरे जीवन को बचाया। നിന്റെ അകത്ത് തീ കത്തിയാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല, നിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വളരെ വന്നെന്നിരിക്കും. और आपके अंदर अग्नि है, इसका मतलब ये नहीं कि जीवन में चुनौतियां समस्या नहीं आएगी। कई चुनौतियों में से, समस्याओं में से होकर आपको जाना पड़ सकता है। ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഉള്ളിലുള്ള പാഷൻ കെട്ടുപോകത്തില്ല. ഫയർ പിന്നെയും ആളി കത്തിക്കൊണ്ടിരിക്കും. लेकिन आपके जीवन में कैसी भी विपरीत परिस्थितियां क्यों ना आ जाए, आपके अंदर का उत्साह, आपके अंदर की अग्नि और अधिक प्रज्वलित होती रहने पाए। ഫയർ നിന്റെ മേൽ വരുമ്പോൾ നിന്നെ ഫയർ ട്രാൻസ്ഫോം ചെയ്യും. ഫയർ നിന്റെ മേൽ വരുമ്പോൾ ഫയർ നിനക്കൊരു പാഷൻ, കർത്താവിന് വേണ്ടി, ക്രൈസ്റ്റിന് വേണ്ടി ഒരു പാഷൻ നൽകി തരും. आत्मा की अग्नि जब आपके ऊपर आ जाएगी, वह आपके अंदर एक उत्साह को देगी, आपको रूपांतरित कर देगी, प्रभु के प्रति गहरा प्रेम आपके अंदर उत्पन्न कर देगी। ആമേൻ. മറ്റൊരു കാര്യം, ഫയർ നിന്റെ മേൽ വരുമ്പോൾ പവർ ഇൻ ആക്ഷൻ, അസാധാരണ സ്വർഗീയ ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. और अन्य एक बात है, जब आग आपके ऊपर आती है, एक अलौकिक सामर्थ प्रभु की ओर से आपके जीवन में आ जाती है। ഈ ഭൂമിയിൽ ഓടുന്ന വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ വാഹനങ്ങളിലും ഫ്യൂവൽ ഉണ്ട്. आप देखिए, संसार में जितनी गाड़ियां चलती है, हर गाड़ी में ईंधन डाला जाता है। ആകാശത്ത് പറക്കുന്ന വിമാനത്തെ ശ്രദ്ധിക്കുക, അതിനകത്തും ഫ്യൂവൽ ഉണ്ട്. ഫ്യൂവലിന്റെ സഹായത്തോടു കൂടിയാണ് അത് പറക്കുന്നത്. और आकाश में उड़ने वाले हवाई जहाज को देखे, उसमें भी ईंधन होता है। उस ईंधन की सहायता से उड़ान भरता है। എന്നാൽ രസകരമായ ഒരു കാര്യം, ഈ ഫ്യൂവല് പവറായിട്ട് കൺവേർട്ടഡ് ആകണമെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ബേൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. लेकिन महत्वपूर्ण बात यह है, ये ईंधन ऊर्जा में रूपांतरित होना है तो ईंधन जलना जरूरी है। ആ ഫയർ ബേൺ ചെയ്യുമ്പോൾ, അത് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യേക പ്രോസസ്സിലാണ് ടൺ കണക്കിന് വലിപ്പമുള്ള ഈ വിമാനം ആകാശത്തിലേക്ക് പൊങ്ങുന്നത്. और यह ईंधन जब उस प्रक्रिया में जलता है और उसके द्वारा जो ऊर्जा या ताकत निकलती है, उस ताकत के द्वारा टनों कर वजनों को लेकर वह वायुयान हवाई में उड़ान भरता है, हवा में उड़ान भरता है। നിന്റെ മേൽ ഈ ഫയർ കത്തുകയാണെങ്കിൽ അസാധാരണമാകുന്ന സൂപ്പർ നാച്ചുറൽ പവർ നിന്നിലൂടെ പുറപ്പെടുവാൻ പോകുന്നു. प्रियो, यदि मेरे और आपके जीवन के ऊपर ये आग उतर आएगी, एक अलौकिक सामर्थ हमारे अंदर से होकर बहना चालू हो जाएगी, असाधारण कार्य हमारे अंदर से होने लग जाएंगे। ഈ ഗ്രാവിറ്റി നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലോ, നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന, താഴോട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഗ്രാവിറ്റിയെ ബ്രേക്ക് ചെയ്ത് നീ പൊങ്ങാൻ പോകുകയാണ്. और पृथ्वी की गुरुत्वाकर्षण शक्ति ने तुझे नीचे की ओर खींच कर रखा है, लेकिन आत्मा की सामर्थ जब आपके ऊपर आ जाएगी, उसको तोड़कर आप बाहर निकल पाओगे। ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കുക. लोग चाहते हैं, आज दिए चाहते, तालियां बजा के प्रभु की स्तुति करना आरंभ कीजिए। നിങ്ങളുടെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. आपके शरीरों में ईश्वरीय सामर्थ प्रकट होने पाए। നിങ്ങളുടെ ശബ്ദത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. आपकी आवाज में ईश्वरीय सामर्थ प्रकट होने पाए। നിങ്ങളുടെ നോട്ടത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. आपके दृष्टि में, देखने के नजरिए में ईश्वरीय सामर्थ प्रकट होने पाए। ആമേൻ. കരങ്ങളടിച്ച് അന്യഭാഷയിൽ സംസാരിക്കുക. तालियां बजाकर सभी लोग अन्य भाषा में बातें करें। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫയർ നിന്റെ മേൽ കത്തുമ്പോൾ, പവർ ഇൻ ആക്ഷൻ, ദൈവത്തിന്റെ ശക്തി നിന്നിൽ സജീവമാകുവാൻ പോകുന്നു. परमेश्वर की आत्मा की सामर्थ जब आपके ऊपर जलेगी, आपके अंदर एक सामर्थ प्रकट हो जाएगी और सक्रियता में आप आगे बढ़ पाओगे। ആമേൻ. ഏറ്റവും അവസാനമായിട്ട് ഫയർ നിന്റെ മേൽ കത്തുമ്പോൾ ഒരു ഫാസ്റ്റ് പ്രോഗ്രസ് ഉണ്ടാകാൻ പോകുകയാണ്. ആമേൻ. വേഗത്തിലുള്ള ഒരു മുന്നേറ്റം സംഭവിക്കുവാൻ പോകുന്നു. और एक और बात, जब आग आपके जीवन के ऊपर जलेगी, आपकी गति बढ़ जाएगी, बहुत जल्दी सफलताओं को आप देख पाओगे। ഈ മോൻ പറയുന്നുണ്ടല്ലോ, തീ കത്തുന്ന ചീറ്റാ പോലെ പുള്ളിപ്പുലിയായിരിക്കും. പുള്ളിപ്പുലി ഏറ്റവും വേഗതയുള്ള ഒരു മൃഗമാണ്. അപ്പോൾ ഈ തീ
ഫാസ്റ്റായിട്ട് ആ തീ കത്തിപ്പടരാൻ പോകുന്നു. और ये बालक उस दर्शन में जो देख रहा है कि वो आग चीता के समान वेगता के साथ में फैल रही है, तो मैं विश्वास करता हूं कि आत्मा की आग जब मेरे और आपके जीवन के ऊपर आएगी, हमारी वेगता बढ़ जाएगी और अति वेग से हम कई बातों को कर पाएंगे. ഫിലിപ്പിയ ലേഖനം 3-14 കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. और फिलिपियों की पत्री 3 अध्याय और उसके 13-14 पद के अंदर वो कहता है कि मैं केवल एक काम करता हूं कि जो बातें पीछे रह गई है उनको भूल कर आगे की बातों की ओर बढ़ता हुआ निशाने की ओर दौड़ा चला जाता हूं, ताकि वह इनाम पाऊं जिसके लिए परमेश्वर ने मुझे मसीह यीशु में ऊपर बुलाया है. എബ്രായ ലേഖനം 12:1 കാണുവാൻ കഴിയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടോടുക. इब्रानियों 12:1 में लिखा है कि इस कारण जबकि गवाहों का ऐसा बड़ा बादल हमको घेरे हुए है, तो आओ हर एक रोकने वाली वस्तु और जाने वाले पाप को दूर करके वह दौड़ जिस पर हमें दौड़ना है धीरज से दौड़े. ഞാൻ സാധാരണ പറയുന്ന കാര്യം ആവർത്തിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു ഇരിപ്പല്ല, ക്രിസ്തീയ ജീവിതം ഒരു കിടപ്പല്ല, ക്രിസ്തീയ ജീവിതം ഒരു നടപ്പുമല്ല, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. और मैं अक्सर कहता हूं कि मसीही जीवन बैठना नहीं है, मसीही जीवन लेटना नहीं है, मसीही जीवन चलना नहीं है, मसीही जीवन दौड़ना है. തണുത്തുറഞ്ഞിരിക്കുന്ന സകല ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് തന്റെ തീ കൊണ്ട് ചൂടുപിടിപ്പിച്ച് ഓടിക്കട്ടെ. और यदि आप परिस्थितियों के कारण आज आप जम गए हैं, आप कार्यों को नहीं कर पा रहे, पवित्र आत्मा अपनी अग्नि से आज आपको दौड़ाने पाए. ആമേൻ. കുറുക്കന്റെ വാലിൽ തീ പിടിച്ചപ്പോൾ ഫെലിസ്ത്യ വയലുകളിലേക്ക് കുറുക്കന്മാർ ഓടിയതുപോലെ വാലിൽ തീ പിടിച്ച ചിലതിനെ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കട്ടെ. और लोमड़ी के पूंछ पे जब आग लगी और वो फलिश्तियों की सेना की और वो भाग गया, उनके खेतों में वो भागा. इस प्रकार से पवित्र आत्मा कुछ लोगों के जीवन में अपनी आग को जलाने पाए ताकि हमारी वेगता बढ़ जाए. നിന്നെ പുറകോട്ട് വലിക്കുന്ന പല കെട്ടുകളും പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത് കത്തിപ്പോയി നീ വേഗത്തിൽ മുന്നോട്ട് ഓടട്ടെ. आपको पीछे खींचने वाली बहुत तेरी बातें आत्मा की आग में जल गई, तू वेगता से आगे की ओर बढ़ने पाए. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് വേഗത വർദ്ധിക്കണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग चाहत रखते हैं कि प्रभु हमारी गति बढ़ जाने पाए. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. मैं विश्वास करता हूं कि यीशु मसीह का आगमन जल्दी होने वाला है. എന്നാൽ അതിനു മുന്നമേ ആമേന് ഒരു വലിയ ഉണർവ് സംഭവിക്കും. लेकिन उसके पहले एक बड़ी जागृति होगी. ആ ഉണർവ് വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഒരു ഉണർവായിരിക്കും. और वो जागृति बड़ी ही वेगता से होने वाली जागृति है. ഇന്തോനേഷ്യയിലെ ടിമോറിൽ ഉണർവുണ്ടായ സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായിരുന്ന മേൽത്താരി എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞ് അവരായിരുന്ന സഭയുടെ മുകളിൽ തീ കത്തി. ആമേൻ. അതിനുശേഷം സുവിശേഷീകരണം നടന്നപ്പോൾ കഴിഞ്ഞുപോയ 100 വർഷത്തിൻ്റെ ഉള്ളിൽ നടന്നതിനെക്കാട്ടിലും വേഗത്തിൽ ചില മാസങ്ങൾക്കുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 80% ആളുകൾ വിശ്വാസത്തിൽ വരുവാൻ തക്കവണ്ണം ദൈവം ആ ഉണർവിനെ ഉപയോഗിച്ചു. और इंडोनेशिया के अंदर जब पवित्र आत्मा का कार्य आरंभ हुआ, तो वहां पे जिसको प्रभु ने इस्तेमाल मिला उस भाई मेलथारी के द्वारा प्रभु ने इस प्रकार से कहा कि जब आत्मा का बादल वहां पर उतर आया, ऐसी जागृति हुई, ऐसा खुलापन आया कि उसके पहले के 100 सालों में जो कार्य हुआ कुछ ही महीनों में उससे बढ़कर कार्य वहां ऊपर 80% से अधिक लोग प्रभु के प्रेम को पहचान पाए. ഇന്ത്യയിൽ കർത്താവിന് അത് ചെയ്യുവാൻ കഴിയും. भारत में प्रभु वो कर सकता है. രാജസ്ഥാനിൽ കർത്താവിന് അത് ചെയ്യുവാൻ കഴിയും. राजस्थान में प्रभु वो कर सकता है. എന്നാൽ നീ വിധേയപ്പെടുത്തി കൊടുക്കുമോ? കർത്താവ് എൻ്റെ മേൽ ആ തീ കത്തണമേ എന്ന് നീ പറഞ്ഞ് സമ്മതിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? लेकिन क्या आप उसके लिए अपने आप को सौंपोगे? प्रभु मुझे उसके लिए इस्तेमाल मिले. വളരെ വർഷങ്ങൾക്ക് മുന്നമേ ഞങ്ങളിൽ ചിലരുടെ മേലൊക്കെ കർത്താവിൻ്റെ തീ കത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടായി. और कुछ सालों पहले जब हमने अपने जीवन को उस आग के हाथों में समर्पित किया, वो अग्नि हम में जली, हमारा जीवन और सेवा बदल गई. വ്യക്തിപരമായി അനുഭവിച്ചൊരു കാര്യമാണ്, അത് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അഗ്നി കൊണ്ടുള്ള അഭിഷേകം എന്ന് പറയുന്നത് നിനക്ക് ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ വിശ്വസ്തനാണ്. और मेरे व्यक्तिगत अनुभव के आधार पे मैं कहूं, आत्मा की आग का जो बपतिस्मा है उसे आप अनुभव कर सकते हैं, आप महसूस कर सकते हैं. उस प्रकार से प्रभु आपको भरना चाहता है. ശുശ്രൂഷയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അതിനുശേഷം അനുഭവിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ തലമുറയിൽ നിങ്ങളെപ്പോലെയുള്ളവർ, രാജസ്ഥാനിലുള്ളവർ, നിങ്ങളുടെ മേൽ ഈ തീ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരു അസാധാരണമാകുന്ന അളവിൽ കാട്ടുതീ കത്തിപ്പടരുന്നത് പോലെ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. प्रियो, मैं विश्वास करता हूं कि इन दिनों में आत्मा की आग यदि मेरे और आपके जीवनों के ऊपर आ जाए तो जंगल की आग के समान प्रभु उस अग्नि को फैलाएगा और बहुत तेरा काम कम समयों के अंदर होने के लिए प्रभु का आत्मा मेरे और आपके जीवनों में मदद करेगा. കുട്ടികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. छोटे बच्चों के ऊपर आत्मा की आग उतरने पाए. വീട്ടമ്മമാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. गृहिणियों के ऊपर आत्मा की अग्नि उतरने पाए. ആമേൻ. ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. कार्य करने वाले, नौकरी करने वाले लोगों के ऊपर आत्मा की अग्नि उतरने पाए. മാസ്റ്റേഴ്സിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. प्रभु के दासों के ऊपर आत्मा की अग्नि उतरने पाए. ആമേൻ. ഹല്ലേലൂയ. വൃദ്ധന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. वृद्ध लोगों के ऊपर आत्मा की अग्नि उतरने पाए. തീ കത്തുന്നവരായി തലമുറയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. यदि आज रात आप चाहते हैं कि प्रभु तेरी आत्मा की अग्नि मेरे जीवन में जलने पाए और मैं प्रभु आपके राज्य में इस्तेमाल में लिया जाना चाहता हूं, अपने हाथों को उठाकर मिलकर अपने आप को प्रभु के हाथों में समर्पित करें. मैं आपके लिए प्रार्थना करना चाहूंगा. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ മുങ്ങുകയാണെങ്കിൽ, വസ്ത്രം ധരിച്ച് വെള്ളത്തിൽ മുങ്ങിയിട്ട് എഴുന്നേറ്റ് പുറത്തു വന്നതിന് ശേഷം നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുന്നിടത്തെല്ലാം വെള്ളത്തുള്ളികൾ കൊഴിഞ്ഞു വീഴും. यदि पानी के एक टैंक के अंदर आपने छलांग मारी और उसके बाद में वहां से यदि आप बाहर निकलोगे, आप जहां जहां जाओगे वो पानी जो आपके वस्त्रों के अंदर है वो पानी वहां पर टपकता रहेगा. ദൈവത്തിന്റെ വചനത്തിൽ ഒരു അഗ്നി നദിയെക്കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. परमेश्वर के वचन में दानिയേൽ नबी एक अग्निमय नदी के बारे में कहता है. ഇന്ന് രാത്രിയിൽ ആ നദിക്കകത്ത് നിങ്ങളൊന്ന് ഇറങ്ങുകയാണെങ്കിൽ, यदि आज रात उस अग्निमय नदी में आप यदि उतरोगे तो, ഇറങ്ങിയിട്ട് കയറിയിട്ട് നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ നടക്കുന്നിടത്ത് മുഴുവൻ തീ കൊഴിഞ്ഞു വീഴാൻ പോകുകയാണ്. यदि उस अग्निमय नदी में उतरने के बाद में आप बाहर निकलकर आप चलोगे तो जहां जहां आप चलोगे वो अग्निमय बातें आपके जीवन से प्रकट होने लग जाएगी. നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ നടന്നു പോയാൽ മതി. നടന്നു പോകുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഉണർവ്, അഗ്നി കത്തുന്ന നിലവാരത്തിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. अलग से कुछ अधिक करने की जरूरत नहीं पड़ेगी. तू जैसे वैसे ही चल के जाएगा और तेरे अंदर से अपने आप बातें होने लगेगी. आत्मा की नदियां तेरे अंदर से बहने लग जाएगी. ഞാൻ വർഷങ്ങളായിട്ട്, ആമേൻ, 24 വർഷമായിട്ട് എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഫയർ. और 24 साल से मैं प्रतिदिन बोलता हूं आग. ये शब्द को मैं बोलता रहता हूं. എനിക്കറിയത്തില്ല, ഞാൻ പിന്നെ കണ്ടുമുട്ടുന്ന ദൈവദാസന്മാര്, ഞാൻ പല രാജ്യങ്ങളിലുള്ള ദൈവദാസന്മാരെ ശ്രദ്ധിച്ചു. ചിലരെ നേരിട്ട് കണ്ടു, ചിലരുടെ വീഡിയോ കണ്ടു. അവരെല്ലാം പറയുന്നു അതുപോലെ തന്നെ ഫയർ. और उसके बाद में कई प्रभु के दासों से मेरी मुलाकात हुई. कईयों के वीडियो को मैंने सुना और वे भी बोल रहे हैं फायर, प्रभु की आग. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഒരു വ്യക്തിപരമാകുന്ന കാര്യമല്ല, ഇത് യൂണിവേഴ്സലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. और तब मुझे मालूम पड़ा कि एक व्यक्ति की बात नहीं है, लेकिन सार्वत्रिक रीति से पवित्र आत्मा कह रहा है. पवित्र आत्मा अपनी आग को लोगों के ऊपर उंडेलना चाहता है. ഈ എൻകൗണ്ടറിന്റെ 6-ാം ദിവസം നിങ്ങളുടെ മേൽ അഗ്നി മഴ പെയ്തിറങ്ങട്ടെ. इस एनकाउंटर सभा के 6वें दिन की रात्रि सभा के ऊपर, सभा में आपके ऊपर अग्नि की नदियां उतरने पाए. ഫയറിന് റഷ്യൻ ഭാഷയിൽ ഒഗോൺ എന്നാണ് പറയുന്നത്. और फायर को, आग को रशियन भाषा में ओबेन कहा जाता है. ഒഗോൺ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ओगोन आपके ऊपर उतरने पाए. സ്വീഡിഷ് ഭാഷയിൽ ബ്രാൻഡ് എന്നാണ് പറയുന്നത്. ബ്രാൻഡ് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. स्वीडिश भाषा में उसे ब्रांड कहा जाता है. ब्रांड आपके ऊपर आने पाए. ഗ്രീക്ക് ഭാഷയിൽ ഫോർട്ടിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർട്ടിയ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ग्रीक भाषा में फोर्टिया शब्द इस्तेमाल में किया गया. फोर्टिया आपके ऊपर आने पाए. ഹീബ്രു ഭാഷയിൽ ഫയറിന് ഇസ് എന്നാണ് പറയുന്നത്. ഇസ് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. और इब्रानी भाषा में आग को इस शब्द से पुकारा जाता है. इस आपके ऊपर आने पाए. അറബിക് ഭാഷയിൽ നാവ് എന്നാണ് പറയുന്നത്. നാവ് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. अरबिक भाषा में नाव शब्द उसके लिए आया है. नाव आपके ऊपर उतरने पाए. സാൻസ്ക്രിറ്റ് ഭാഷയിൽ അഗ്നി എന്നാണ് പറയുന്നത്. അഗ്നി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. संस्कृत में अग्नि शब्द का इस्तेमाल है. वो अग्नि आपके ऊपर उतरने पाए. ആസാമി ഭാഷയിൽ ജുയ് എന്നാണ് പറയുന്നത്. ജുയ് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. असमी भाषा में जुई शब्द का इस्तेमाल है. वो जुई आपके ऊपर आने पाए. മലയാളത്തിലും തമിഴിലും തീ എന്നാണ് പറയുന്നത്. തീ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. मलयालम और तमिल में ती शब्द का इस्तेमाल है. वो ती आपके ऊपर आने पाए.
കരങ്ങളടിച്ച് അന്യഭാഷയിൽ സംസാരിക്കുക. तालियां बजाकर अन्य भाषा में सभी लोग प्रार्थना कीजिए. ഓര ശബ്ദല മഹന്തർദിനി വൽതരബിനി യഖതല ധിരിബജല 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 മനഹദുര ജാനഹർത്തന ദിഗൽക്കര നീകർബന ദിരിവിനിയാധന ദിഗൽക്കര. പരിശുദ്ധാത്മാവ് പറയുന്നു പലരുടെയും ഡയറക്ഷൻ മാറാൻ പോവുകയാണ്. ഇപ്പം പലരും പോകുന്ന ഡയറക്ഷൻ ഗുണമുള്ള ഡയറക്ഷൻ അല്ല, വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിയുന്നത് പോലെ കർത്താവ് ചിലരുടെ ജീവിതത്തെ തിരിക്കുന്നു. और पवित्र आत्मा बता रहा है कईयों की जिंदगी की दिशाओं को प्रभु बदलने जा रहा है. कईयों की गाड़ियों का जैसे स्टीयरिंग मोड़ता है वैसे पवित्र आत्मा कईयों के जीवन के स्टीयरिंग को मोड़कर आपके जीवन की दिशाओं को पवित्र आत्मा रूपांतरित कर रहा है. रात വർഷങ്ങൾ വേസ്റ്റായി പോയവർ, അതിൻ്റെ ദുഃഖത്തിലും ഖേദത്തിലുമായിരിക്കുന്നവർ, അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ വേസ്റ്റായി പോയ വർഷത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട, പക്ഷേ ഒരു പുതിയ കാര്യം ഞാൻ തുടങ്ങാൻ പോകുകയാണ്. और सालों साल आपके व्यर्थ हो गए, आपने गवा दिए, ऐसा सोचकर आप यदि दुख मना रहे हैं, पवित्र आत्मा कहते अब दुख मनाने का काम नहीं है, मैं तेरे जीवन को रूपांतरित करने जा रहा हूं, जीवन को बदलने जा रहा हूं, एक नया कार्य मैं तेरे अंदर आरंभ करने जा रहा हूं. ഒരു പുതിയ കാര്യം ഞാൻ നിന്നിൽ തുടങ്ങാൻ പോകുകയാണ്. एक नया कार्य मैं तेरे अंदर आरंभ करने जा रहा हूं. മരുഭൂമിയിൽ നിനക്ക് വേണ്ടി നദി ഒഴുകാൻ പോകുകയാണ്. मरुभूमि में तेरे लिए नदियां बहेगी. ആമേൻ. പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഒരു വലിയ കൂട്ടം ആളുകൾ മാർച്ച് ചെയ്യുന്നത് പോലെ കർത്താവ് ബോധ്യം തരുന്നു. ഒരു വലിയ കൂട്ടം മാർച്ച് ചെയ്ത് പോകുന്നത് പോലെ, വിക്ടറി സോങ്ങുമായി മാർച്ച് ചെയ്യുന്നത് പോകുന്നത് പോലെ കർത്താവ് ഒരു തലമുറയെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. और प्रभु का आत्मा एक बात को याद दिला रहा है अभी कि एक जैसे एक भीड़, एक सेना वो जो है कदम ताल करके जाती है, वैसे एक भीड़ को, एक सेना को पवित्र आत्मा तुरंत इन क्षेत्रों में खड़ा करने जा रहा है. എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂണ് മുളയ്ക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ കൂണ് മുളയ്ക്കുന്നത്, ഇന്ന് രാവിലെ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, നാളെ രാവിലെ നോക്കുമ്പോൾ 100 കണക്കിന് കൂണ് നിൽക്കുന്നു. കൂണ് മുളയ്ക്കുന്നത് പോലെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിനെ രാജ്യത്ത് അയക്കാൻ പോകുകയാണ്. और जिस प्रकार से कुकुरमुत्ते उगते हैं, एक दिन कुछ भी नहीं दिखाई देगा, लेकिन दूसरे दिन हर स्थानों में कुकुरमुत्ता के समान जो उड़ता है, वैसा पवित्र आत्मा बता रहा है बहुत ही जल्दी कई लोगों को प्रभु खड़ा करने जा रहा है. എനിക്കിപ്പോൾ എൻ്റെ മുറിക്കകത്ത് അഗ്നി ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക. मेरे कमरे में मैं उस आत्मा की उपस्थिति को महसूस कर रहा हूं. यदि आप चाहते तो अपने आप को प्रभु के हाथों में सौंपे, वही अग्नि को आप अपने कमरों में महसूस कर पाओगे. നിന്റെ ശബ്ദം മാറാൻ പോകുകയാണ്. आपकी आवाज बदलने जा रही है. നിന്റെ വാക്കുകളുടെ ഷാർപ്നെസ് മാറാൻ പോകുകയാണ്. आपके मुंह से निकलने वाले बातों की धार बदलने जा रही. നിന്റെ നോട്ടം മാറാൻ പോകുകയാണ്. आपकी देखने का अंदाज बदलने जा रहा है. നിന്റെ കാലെ തീ കത്താൻ പോകുകയാണ്. നീ ചവിട്ടുന്നിടത്ത് തീ കത്താൻ പോകുകയാണ്. पैरों में आग प्रभु लगाएगा. जहां तू कदम रखेगा वहां पर आत्मा की अग्नि जलने जा रही है. പരിശുദ്ധാത്മാവിന്റെ അഗ്നി മഴ പെയ്തിറങ്ങട്ടെ. पवित्र आत्मा की अग्नि में वर्षा उतर आने पर, लोगों के ऊपर गिरने पर